ഹലോ നമസ്കാരം, ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൊരു ബുഷി പോട്ട് സൺസ്റ്റാർ കണ്ടിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് പലരും ചോദിച്ചു ഈ സൺസ്റ്റാറിന് എന്ത് വളമായിരിക്കും ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ സൺസ്റ്റാറിന് കൊടുക്കുന്ന വളം NPK 19-19 3 ദിവസം കൂടുമ്പോൾ ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും. പിന്നെ മാസത്തിലൊരിക്കൽ DAP എടുത്തിട്ട് നമ്മുടെ ഒരു 4 തരി പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നിറയെ നല്ല വലിപ്പമുള്ള ഈ പ്ലാന്റാണ്. ഇതിന് പോലും 4 തരി DAP ആണ് ഇടുക കേട്ടോ. അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ട് ഒരു മൂല കണ്ട, അതായത് ഇതിൻ്റെ ചോട്ടിലല്ല, നേരെ ചോട്ടിലുള്ള ഈ പോട്ടിൻ്റെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗത്തെ മണ്ണ് മാറ്റിയിട്ട് അവിടേക്ക് DAP ഇട്ട് 4 തരി ഇടുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എപ്സം സാൾട്ട് വാങ്ങിച്ചിട്ട് അത് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ചുവട്ടിൽ എപ്സം സാൾട്ട് കലക്കി ഒഴിച്ചു കൊടുക്കണം. എപ്സം സാൾട്ടിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലുള്ള നമ്മുടെ മണ്ണിനെ നമ്മുടെ ചെടിക്ക് വേണ്ടാത്ത ഘടകങ്ങൾ കുറച്ച് കാണും. അതിനെല്ലാം മാറ്റാനുള്ള കഴിവ് എപ്സം സാൾട്ടിനുണ്ട് കേട്ടോ. മണ്ണിനെ നമുക്ക് ചെടിക്ക് വേണ്ട തലത്തിലേക്ക് എത്തിക്കാൻ എപ്സം സാൾട്ടിന് പറ്റും. അതുപോലെ തന്നെ ഈ ചെടികളുടെ ഒറിജിനൽ കളർ എന്താണോ ആ കളറിലേക്ക് കൊണ്ടുവരാനും എപ്സം സാൾട്ടിന് കഴിവുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെടിയുടെ വിശേഷം. അടുത്ത ദിവസം ഞാൻ ഈ ചെടിയെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ബുഷിപ്പോട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത ഏതെങ്കിലും ഒരു ചെടിയുമായിട്ട് കുറച്ച് വർത്തമാനമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു, ബൈ.